ഹലോ ഗൈസ്, ഇന്നത്തെ പരിപാടിന്റെ അളിയന്റെ ഒരു ചായ കുടിച്ചാൻ പോവാണ്. ഒരു കയ്യും കൊടുത്ത് മൂന്നാമതൊന്നും ആലോചിച്ചാൽ ഞാൻ നേരെ വണ്ടിക്ക്. ഒരു പ്രവാസി ആയി കഴിഞ്ഞുള്ള അവസ്ഥ എങ്ങനെയാ? പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ വീഡിയോ കോൾ കാണുന്നുണ്ട്. സംഭവം അളിയന്റെ പെങ്ങളത്തെ ഒരു 6 കൊല്ലത്തെ ലവ് മാരേജ്. അന്ന് ഓരോ റിലേഷന് ഞാൻ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് എനിക്ക് ആസിക്ക് കൂട്ടിത്തരും. ലുലുവിന്റെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടാണ് ഞങ്ങളൊരു ചായ കുടിച്ചാൻ ഇറങ്ങി. പറയുമ്പോ അളിയനാണ്, പക്ഷെ ഞങ്ങൾ തമ്മിൽ ഒരു ഇടപാടെ ബന്ധം. ഇന്നത്തെ ചായക്ക് വന്നിട്ട് ഞങ്ങളെ സാസുക്കാണ്. എനിക്കിത് ഇങ്ങനെ നോക്കിക്കാനേ പറ്റുള്ളൂ. ഞാൻ ചെറിയൊരു ഡയറ്റിലാണ്. ഏതായാലും ഞങ്ങൾ 2 ഫ്രഷ് മിൽക്ക് ചായ പറഞ്ഞു. ഞാൻ നിങ്ങളെ ചായക്കായിട്ട് ദുബായിന്ന് വരാണെന്നൊക്കെ പറഞ്ഞ് ലോകത്തുള്ളത്. ഇത് വലിയ കുഴപ്പമില്ല. നേന്ത്രപ്പഴത്ത് കുറച്ച് തേങ്ങ ഇട്ടതാ. മൂപ്പരാൾ നൊസ്റ്റാൾജിക്ക് കുറച്ച് അവല് പറഞ്ഞു. എനിക്ക് തൊണ്ടി നടക്കാത്തോണ്ട് ഞാനേക്ക് കുറച്ച് ചായ ഉണ്ട്. ചായന്റെ പൈസ ഇഞ്ചി കൊടുക്കുന്ന പോലെ വീഡിയോ എടുത്തോന്ന് പറഞ്ഞിട്ട് പൈസന്റെ ഒക്കെ കൊടുത്തത്. ഡ്യൂട്ടി ടൈമിലാണ് ഞാൻ ചായ കുടിച്ചിറങ്ങിയിരിക്കുന്നത്. ഇനി ഷോപ്പിൽ തന്നെ പോട്ടെ. പിന്നെ ഷോപ്പിന്റെ ഇവിടെ ഇറക്കി ഒരു കയ്യും തന്നു. മൂപ്പരാൾ പോയി. ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത പരിപാടി കളിച്ചാൻ പോവാണ്. ബാവുട്ടന്റെ കാറാണ് തുറന്നപ്പോ ഇതാണ് അവസ്ഥ. ചെറുക്കം 4 ദിവസമായിട്ട് ഫുള്ള് മൈൻഡ് ഔട്ട് ആണ്. അതെന്റെ മോൻ തന്നെ പറയും. എന്നും കളിച്ചാൻ പോകുമ്പോ ഞങ്ങളെ വണ്ടി ട്രാജഡി ആക്കാറ്. ഇന്ന് കാലിയാണ്. ബാവുട്ടനെ ഇപ്പൊ പോകാൻ തൂക്കിയിട്ടിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് കാര്യമായിട്ട് പേടൊക്കെ ഇട്ട് ഇറങ്ങി. എനിക്കാണെങ്കിൽ ഇത് ഫുള്ള് ചുറ്റി കെട്ടിയിട്ടാണ് ഇറങ്ങാൻ. കളി കഴിഞ്ഞപ്പോ ഓരോന്ന് തവള വെറ്റ പോലൊക്കെ കിടക്കുന്നു. രാത്രി 2 മണിയായിട്ട് ഇവിടുത്തെ 3 സ്ലോട്ടിലും കളി നടക്കണം. അതാണ് ഫുട്ബോൾ. കളിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ കിട്ടി. അപ്പൊ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഗൈസ്.